ഇന്ന് നടന്ന കേരള PSC ഫോറസ്റ്റ് ഡ്രൈവർ എക്സാമിനേഷൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. നമുക്കെല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം? ഓപ്ഷൻ സി നവംബർ 26. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന കണ്ടെത്തുക. 1. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ശരിയാണ്. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്? തെറ്റാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. 3ാമത്തെ പ്രസ്താവന വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്, അതും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1ഉം 3ഉം. ഓപ്ഷൻ എ ആണ് ശരിയായി വരുന്നത്. ശ്രീനാരായണ ഗുരു അവസാനമായി നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി കളവങ്കോടാണ് അവസാനമായി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. ഓപ്ഷൻ എ. 1ാമത്തെ പ്രസ്താവന ശരിയാണ്. സാമൂഹ്യ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. തെറ്റാണ്. 3ാമത്തെ പ്രസ്താവന പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. ശരിയായ പ്രസ്താവനയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസറായി വരുന്നത്. 1ഉം 3ഉം ശരിയാണ്. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനുമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. വക്കം അബ്ദുൾ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യസംഘമാണ്. അയ്യങ്കാളി വരുന്നത് സാധുജന പരിപാലന യോഗം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം? ഓപ്ഷൻ സി ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. 9ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖല എന്ന് പറയുന്നത്? ഓപ്ഷൻ സി പ്രാഥമിക മേഖലയാണ്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം ഉള്ള സംസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് ഹിമാചൽ പ്രദേശ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക. 1ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനമാണ്. വ്യാവസായിക വികസനം. 3ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത. 3ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത. 4ാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വം. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. ശരിയാണ്. സാംസ്കാരിക വൈവിധ്യം, ആയുർ ദൈർഘ്യം. 1ഉം 3ഉം. ഓപ്ഷൻ സി ആണ് കറക്റ്റായ ആൻസർ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം? ഓപ്ഷൻ സി മിന്നുമണി. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പാക്കിയ നികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ. ബ്രിട്ടീഷ് ഭരണത്തിൽ ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. കരിമ്പ് ഉത്തർപ്രദേശാണ്. തേയില ആസാം. ചണം ബംഗാൾ. ഗോതമ്പ് പഞ്ചാബ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? അത് ഓപ്ഷൻ 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഓപ്ഷൻ സി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഓപ്ഷൻ സി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചതാണ്? ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ. ഓപ്പറേഷൻ ഫ്ലഡ് ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ മൗലികാവകാശം അല്ലാത്തത് ഇത്? സ്വത്തവകാശം. ഇതൊക്കെ ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, 2002 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ? ഡോക്ടർ BR അംബേദ്കർ. ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്? 25ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ബി ആണ് കീഴിൽ തന്നിട്ടുള്ളത്. അതോട് കൺഫ്യൂഷൻ ഉണ്ട്. ഡോക്ടർ BR അംബേദ്കർ ഒരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? ഓപ്ഷൻ എ കോട്ടയാണ് ആൻസർ വരുന്നത്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ജോൺ ജോസഫ് മർഫി. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താം കോട്ടക്കായൽ കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത? ഓപ്ഷൻ ബി NW3 ആണ്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ടത് സൈലന്റ് വാലിയിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ശബരിഗിരിയാണ്. ഏത് രാജ്യവുമായാണ് ഇന്ത്യ ഏറ്റവും അധികം കരാർ തീരത്ത് പങ്കിടുന്നത്? ഓപ്ഷൻ ഡി
ബംഗ്ലാദേശാണ്. ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഓപ്ഷൻ ബി ഏക്കൽ മണ്ണാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആനമുടിയാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഓപ്ഷൻ എ പാക് കടലിടുക്കാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ, ഹിമാലയൻ നദി അല്ലാത്തത് കൃഷ്ണയാണ്. കൃഷ്ണ ഉപദ്വീപീയ നദിയാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി വളപട്ടണമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലാണ്. ജലത്തിലൂടെ പകരുന്ന രോഗമാണ് ഓപ്ഷൻ എ കോളറ. പല്ലിൻ്റെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡാണ്. ഇത് സാംക്രമിക രോഗമല്ലാത്തത് ക്യാൻസറാണ്. സാംക്രമിക രോഗമല്ലാത്തത് ECGയുടെ പൂർണ്ണരൂപം ഓപ്ഷൻ എ ആണ് പ്രൊഫഷണൽ കീയിലുള്ളത്. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ, പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് ഓപ്ഷൻ ഡി ആഹാരം സ്വീകരിക്കുക, ദഹനം, ആഗിരണം, സ്വാംശീകരണം. കൂടുതൽ ശരിയായത് 46ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ്. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തഃസ്രാവി ഗ്രന്ഥിയുമാണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? ഓപ്പിയം പോപ്പി ചെടിയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്. ഓപ്പിയം പോപ്പി ചെടി. പുകവലിയിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ ബി എംഫിസിമ. പുകവലിയുടെ ഉണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ ബി എംഫിസിമ. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 49ാമത്തെ ക്വസ്റ്റ്യനാണ് ശരിയായ ജോഡി. ഓപ്ഷൻ സി ആണ് ശരിയായ ജോഡി. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ശ്വേതരക്തകോശങ്ങൾ.